നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടുമെന്നും തോറ്റു കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വികസനമല്ലാതെ മറ്റൊന്നും UDF പറഞ്ഞിട്ടില്ല. വർഗീയതയെക്കുറിച്ച് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ അദ്ദേഹം വരേണ്ടെന്നും സതീശൻ പരിഹസിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിച്ച ചരിത്രമാണ് ഗോവിന്ദനുള്ളതെന്ന് സതീശൻ ഓർമ്മിച്ചു. 4 പതിറ്റാണ്ടോളം ഇതേ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച CPIM ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി നിലപാട് മാറ്റുകയാണ്. 100 സീറ്റിലധികം ജയിക്കുമെന്ന് പറയുമ്പോൾ അത് MV ഗോവിന്ദനെ പോലെ ഉള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് സതീശൻ ചോദിച്ചു. 100 അല്ല 110 ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കി. 110 തന്നെയായിരിക്കും. അത് പക്ഷേ തോറ്റു കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുന്ന സ്പീഡായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറവിയിൽ മനഃപൂർവ്വമായ മറവി, അദ്ദേഹത്തിന് രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക്. പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാം. ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. 42 വർഷക്കാലം തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്ത് ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞതാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല.